ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇവിടെ എല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെ ആരംഭമാണ്. ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ കയറിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പക്ഷേ കുറച്ച് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളമായിരുന്നു. നമ്മൾ രാവിലെ നമ്മുടെ വണ്ടിയിലേക്ക് ടയറൊക്കെ മുങ്ങി മേളിലോട്ട് കയറിയില്ല. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ റോഡ് സൈഡിലോട്ടായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ വീട് നിൽക്കുന്നിടത്ത് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ബാക്കിൽ ക്വാർട്ടേഴ്സൊക്കെ നിൽക്കുന്നിടത്തൊക്കെ നല്ലപോലെ വെള്ളമായിട്ടുണ്ട്. അവിടുത്തെ അകത്തോട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ എണീറ്റില്ല, അതിന് മുമ്പ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം കയറുന്നുണ്ട്. പ്രത്യേകിച്ച് വിളിക്കാൻ കാരണം മോളെ സ്കൂളിൽ വിടേണ്ടതുകൊണ്ടാണ്. അവർക്ക് 8:30 ആകുമ്പോഴത്തേന് പോകണം. 8:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 8:20 ആകുമ്പോൾ പോകണം. അപ്പോൾ രാവിലെ ജോലിയെല്ലാം ഒതുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ രാവിലെ വിളിച്ചത്. അപ്പോൾ എന്താ പറയുക, മൊത്തം വെള്ളമായി. വെള്ളത്തിൻ്റെ കൂടെ പാമ്പിൻ്റെ ശല്യവും ഉണ്ട്. നമ്മൾ കാടിൻ്റെ മലയുടെയൊക്കെ സൈഡാണ്. എന്നുവെച്ചാൽ കാടെന്ന് പറയുന്നത് ഒരുപാട് കാടൊന്നുമില്ല, കാടിൻ്റെ ഒരു ഏരിയ അത്രയേ ഉള്ളൂ. നമ്മളല്ലാതെ ഉള്ളോട്ടൊന്നും കയറിയിട്ടില്ല, റോഡ് തന്നെയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഭയങ്കരമായിട്ട് തോരാതെ മഴ പെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പായിട്ട് 2-3 ദിവസമൊക്കെ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇല്ലാത്തൊരു വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ കാണുന്നത്. എന്താണെന്നറിയില്ല. ഇനി മലയിൽ നിന്ന് ഒലിച്ചിറങ്ങിയതാണെന്നും പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഇന്നലെ അങ്ങനെ പറയാൻ രാത്രിയിൽ കുറച്ച് നല്ല രീതിയിൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ വെള്ളപ്പൊക്കം വരാനും മാത്രമുള്ളൊരു മഴയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പിന്നെ ഇതെന്ത് പറ്റിയതാണെന്നും അറിയില്ല. 2 ദിവസമായിട്ട് എന്തായാലും സ്കൂളിന് അവധിയായിരുന്നു. മഴയുണ്ട്, വെള്ളപ്പൊക്കമാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിന് 2 ദിവസം അവധി. അതുകൊണ്ട് സ്കൂളില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതുവരെ മെസ്സേജൊന്നും വന്നിട്ടില്ല. ഇന്നപ്പോൾ സ്കൂളിന് അവധിയും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ വിടുന്നില്ല. എന്തായാലും ആസാമി വെള്ളപ്പൊക്കം എന്നൊക്കെ കേൾക്കുമ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് നമ്മൾ നിൽക്കുന്നിടത്താണോ പ്രശ്നമെന്ന്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ആസാമി നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, നമ്മൾ സേഫാണെന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.